ജോജെ കിച്ചൻ. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമ്മൾ ജോജെ കിച്ചനിൽ ഉണ്ടാക്കാൻ പോകുന്നത് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഡിന്നറാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പല സാധനങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ഐറ്റങ്ങളുണ്ട്. നമ്മുടെ പുട്ടും മുട്ടയും, അതുപോലെ ബീഫും പൊറോട്ടയും, അതുപോലെ തന്നെ കഞ്ഞിയും പയറും ചമ്മന്തിയും പിന്നെ ഒരു ചുട്ട പപ്പടവും ഒക്കെ കൂടി ആകുമ്പോഴത്തേന് അടിപൊളിയായിരിക്കും. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കഞ്ഞിയും അതിൻ്റെ കുറച്ച് കോമ്പിനേഷൻസുമാണ്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നല്ലൊരു മുതിരച്ചമ്മന്തി, മുതിര വറുത്തരച്ചൊരു ചമ്മന്തി ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് വാഴയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ട് ചീകി ചെറുതാക്കി എരിഞ്ഞ് കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. കഞ്ഞിവെള്ളത്തിലേക്ക് ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറ ഇളകിയിട്ട് കറയൊക്കെ അങ്ങ് പോയി കിട്ടാനായിട്ട് നല്ലതാണ്. കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കറ ചുവക്കുകയല്ല. അതിലേക്ക് നമുക്ക് നിറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി നമുക്ക് ഉപയോഗിക്കാറാകുമ്പോഴത്തേക്കും. ഇനി നമുക്കൊരു മീഡിയം സൈസ് സബോള നന്നായിട്ട് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒന്ന് കൈവെള്ളം തളിച്ചു കൊടുത്തിട്ടാണ് മൂടി വെക്കുന്നത്. മൂടി വെച്ച് ഒരു 1-2 പ്രാവശ്യം തുറന്നൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് വെള്ളം വറ്റി വരുമ്പോഴത്തേന് നമ്മുടെ വാഴയ്ക്ക മെഴുക്കുവരട്ടി റെഡിയാവും. അപ്പോൾ ഒന്നും കൂടെ മൂടി വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഒരു 8 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാഴയ്ക്ക ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതൊന്ന് വേണമെങ്കിൽ ഒരു അല്പസമയം കൂടെ ഒന്ന് തുറന്നിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുത്ത് കഴിഞ്ഞ് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുതിര ചമ്മന്തി. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനുള്ള മുതിര വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു 1/2 കപ്പ് മുതിര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നല്ലതായിട്ട് കളറൊക്കെ മാറി നല്ല സ്മെല്ലൊക്കെ റോസ്റ്റ് സ്മെല്ലൊക്കെ വരുന്ന വരേക്കും ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, ഡ്രൈ ഫ്രൈ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. മുതിര നല്ല ഒത്തിരിയേറെ ഗുണങ്ങളുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരുപാട് രോഗങ്ങൾക്ക്, അതായത് നമ്മുടെ ശ്വാസകോശ സംബന്ധമായതും മൂത്ര സംബന്ധമായതും അതുപോലെ ഡയബറ്റീസിനും അങ്ങനെ പല രോഗങ്ങൾക്കും സഹായിക്കുന്ന പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ സഹായിക്കുന്നതും അതുപോലെ ഈവൻ മെൻസ്ട്രൽ പെയിനൊക്കെ നല്ല ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് മുതിര. അതുപോലെ അതിനകത്ത് ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള എലമെൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ചമ്മന്തി ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നന്നായിട്ട് വറുത്തെടുക്കാം. മുതിര നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇതൊന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്ത് അതൊന്ന് മാറ്റി വയ്ക്കാം വേറൊരു പാത്രത്തിനകത്തേക്ക്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ചമ്മന്തിക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്: 1 കപ്പ് തേങ്ങ, ഒരു 4-5 വത്തലുമുളകുണ്ട്, ഒരു 6 അല്ലി ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പിലുണ്ട്, 1 കഷ്ണം ഇഞ്ചിയുണ്ട്, പിന്നെ അതിനാവശ്യമുള്ള പുളിയുണ്ട്. നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം പാനിലേക്ക്. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാനുള്ളതാണ്. ആദ്യം തന്നെ നമുക്ക് അതിനകത്തേക്ക് ആ വത്തലുമുളക് ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം ചൂടായതിന് ശേഷം വേണം ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ വത്തലുമുളക് ഒന്ന് ചൂടാകുമ്പോഴത്തേനും നമുക്ക് ആ ഉള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിനകത്തേക്ക് ആ ഇഞ്ചി കഷ്ണങ്ങൾ ഒന്ന് ഇട്ട് കൊടുത്തു. അതിനൊന്ന് ചൂടാക്കി നന്നായിട്ടൊന്ന് ചൂടായി ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ, ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ വേണമെങ്കിൽ, കൂടുതൽ ചമ്മന്തി വേണമെങ്കിൽ കൂടുതൽ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും അളവ് കൂട്ടിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കളറ് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അതുപോലെ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതിനൊരു ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും കൂടെ ആ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്.
അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ജോജെ കിച്ചൻ്റെ പേജ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകും ഒക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ തേങ്ങയും കൂടി ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. തേങ്ങയുടെ ഒപ്പം നമ്മൾ ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒത്തിരി തീയിൽ വയ്ക്കരുത്, കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം തീയിൽ വെച്ച് അതൊന്ന് കളർ മാറുന്നവരേക്കും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും വറുത്തിട്ട് ചമ്മന്തി അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും ആ ചമ്മന്തി അപ്പോൾ തന്നെ ഫ്രിഡ്ജ് വെക്കണമെന്നൊന്നുമില്ല. ഒരു ദിവസം ഒന്നും പുറത്തിരുന്നാലും അത് കേടായി പോകുമൊന്നുമില്ല, നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുവിധം കളറൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമ്മളതിൻ്റെ തീയൊന്ന് ഓഫ് ചെയ്തു. ഒരല്പ സമയം വെച്ചതിന് ശേഷം നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. ഇത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മുതിര നമുക്കൊരു മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ആദ്യം തന്നെ. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ മിക്സും കൂടെ ചേർത്ത് കുറച്ച് പുളി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഒരല്പം വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്ത് അത് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരയാൻ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് വേണമെങ്കിൽ ഒരല്പം കൂടെ വെള്ളം വേണ്ടവർക്ക് ഒഴിച്ച് ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് അതിനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിന്നറ്, കഞ്ഞി, ചമ്മന്തി, നല്ല മുതിര ചമ്മന്തിയും നാരങ്ങ അച്ചാറും വാഴയ്ക്കുപ്പേരി, അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ ഒരു ചുട്ട പപ്പടം കൂടെ പറയാൻ. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അഭിപ്രായങ്ങൾ പറയാൻ മറക്കണ്ട. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, താങ്ക് യു.